നമസ്കാരം. പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഒരു കാലയളവിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും പ്ലാസ്റ്റിക് നിരോധിക്കേണ്ടത് തന്നെയാണ്. പ്ലാസ്റ്റിക് ഭൂമിയിലേക്ക് ബയോഡിഗ്രേഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ഭൂമിയിൽ അലിഞ്ഞു ചേരുകയില്ല. നമ്മുടെ പാരിസ്ഥിതികമായ വലിയ സർവനാശം സംഭവിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇവിടെ മറ്റൊരു വിഷയമാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഈ പ്ലാസ്റ്റിക് എല്ലാവരും പരസ്പരം മർമർ ചെയ്യുന്നത് പോലെ ഇതിന്റെ ഉത്ഭവത്തിൽ നിന്ന് തന്നെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇല്ലായ്മ വരുത്തുന്നതിന് ഭരണാധികാരികൾക്ക് എളുപ്പത്തിൽ സാധിക്കും. അതിന് പകരമായി ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങൾ സമൂഹത്തിൽ കടകളിലൂടെ ആളുകളിൽ എത്തിച്ചേർന്നതിന് ശേഷം ഇത് ഉപയോഗിക്കുന്നവരെയും കൊടുക്കുന്നവരെയും പിടിക്കുന്ന നടപടി, അത് ഭരണാധികാരികൾക്ക് കൂടുതൽ ചെലവ് വരും എന്നുള്ളതിൽ ഉപരിയായി ഇതിന് പുറപ്പെട്ടിരിക്കുന്ന അധികൃതർക്ക് ജോലിഭാരം കൂടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഉന്മൂലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളെടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് നടപടിക്രമമാണ് പൂർത്തീകരിക്കുന്നത് എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ക്രമീകരണം ചെയ്യുക എന്നുള്ളതിൽ ഉപരിയായി ഇത് ഉൽപ്പാദിപ്പിച്ച് ഇത് പാക്ക് ചെയ്ത് കടകളിലൂടെ ആളുകളിൽ എത്തിക്കപ്പെട്ടതിന് ശേഷം ഇത് പുറക്കാനും അല്ലെങ്കിൽ ഇത് കൈവശം വെച്ചിരിക്കുന്ന ആളുകളുടെ മേൽ നടപടി സ്വീകരിക്കുവാനും മുന്നോട്ട് പോകുന്നത്, അതിന്റെ ലോജിക്ക് യാതൊരു രീതിയിലും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് ചൂണ്ടിക്കാട്ടുവാൻ ആഗ്രഹിക്കുന്നു.